നമസ്കാരം. കരിങ്കുന്നം സോളാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു, അതായത് ലോകത്തിലെ ഏറ്റവും എഫിഷ്യൻസി കൂടിയ സോളാർ പാനൽ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഞാൻ അതിനകത്ത് വിശദീകരിച്ചിരുന്നു. അപ്പോൾ ഒരാൾ എന്നോട് അതിനകത്ത് ചോദിച്ചൊരു കാര്യമാണ്, നമുക്കിപ്പോൾ നിലവിലുള്ളതിൽ ഏറ്റവും വലിപ്പം കൂടിയ പാനൽ ഏതാണ്, ലോകത്തിലെ ഏത് രാജ്യത്താണ് ഏറ്റവും വലിപ്പം കൂടിയ പാനൽ നിർമ്മിച്ചിറക്കുന്നത് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ അതിനകത്തുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പാനൽ ഇറക്കുമ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് വലിപ്പമുണ്ട്. അതായത് ഇപ്പം IEC, UL എന്നൊക്കെ പറഞ്ഞ് ഈ ടെസ്റ്റ് ലാബുകളുണ്ട്. അതായത് മൊത്തം വേൾഡിൽ എല്ലാവരും അംഗീകരിക്കപ്പെട്ടു. അപ്പോൾ നമ്മളിപ്പോൾ എന്ത് കാര്യം ചെയ്യുവാണെങ്കിലും അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാകുമല്ലോ. ഇപ്പോൾ നമുക്ക് ഇലക്ട്രിക്കലായിട്ട് ഇപ്പോൾ പ്ലഗുകൾ, സോക്കറ്റുകൾ, സ്വിച്ചുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ആപ്പിളിൻ്റെയൊക്കെ ഐഫോണൊക്കെ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സംഭവം പോലും, അതിൻ്റെ ചാർജിങ് പോർട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ C ടൈപ്പ് ആക്കി. ശരിക്കും അവർ ലൈറ്റിംഗ് പോർട്ട് എന്ന് പറഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല, ലൈറ്റിംഗ് പോർട്ട് നല്ല സെറ്റപ്പായിരുന്നു അവരത്. പക്ഷേ അതൊക്കെ മാറ്റിയിട്ട് അവർ C പോർട്ടിലേക്ക് വരാൻ കാരണം വെച്ചാൽ ഇപ്പോൾ നമുക്ക് മൊത്തം കോമൺ ആയിട്ട് ലോകം മുഴുവൻ അംഗീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് C പോർട്ട് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ. അപ്പോൾ അതിന് മൈക്രോ USB-യിലുണ്ടായിരുന്നതെല്ലാം ഇപ്പോൾ ഇതിനകത്തേക്ക് വന്നു. ശരിക്കും നല്ലൊരു കാര്യമാണ്, എല്ലാവർക്കും ഈസി ആയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലേക്കുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവത്തിലേക്ക് വരുമ്പോൾ അത് നിർമ്മിക്കാനും കമ്പനികൾക്ക് എളുപ്പമായിരിക്കും, നമുക്ക് വില കുറയും, എല്ലാ രീതിയിലും അത് പോയി കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ വീട്ടിൽ എത്ര ചാർജർ ഉണ്ടോ അതെല്ലാം നമുക്ക് ഏത് ഫോണിലും ഉപയോഗിക്കാം. ഒത്തിരി ഗുണങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഇപ്പം ബാറ്ററി ഒക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് ലെഡ് ആസിഡ് ബാറ്ററി ഒക്കെ ആണെങ്കിൽ ഒരേ അളവിൽ, അപ്പോൾ നമ്മുടെ ഒരു കവറൊക്കെ ഉണ്ടെങ്കിൽ ഒരു ബാറ്ററി പോയിക്കുമ്പോൾ മറ്റൊരു കമ്പനിയുടെ ബാറ്ററി മേടിച്ചു കൊണ്ട് വെക്കുന്നെങ്കിലും ആ കവറിനകത്ത് കറക്റ്റ് സീറ്റിംഗ് ആയിരിക്കും. അപ്പം എന്ത് കാര്യം നോക്കിയിരുന്നാലും ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് വലിപ്പം എല്ലാത്തിനകത്തുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഈ സോളാർ പാനലിനകത്തും ഏകദേശം ഒരു സ്റ്റാൻഡേർഡ്, എല്ലാവരും നിശ്ചയിക്കപ്പെട്ട സ്റ്റാൻഡേർഡ് ഉണ്ട്. അതിനകത്ത് മറ്റൊരു കാര്യങ്ങളുള്ളതെന്ന് വെച്ചാൽ, ഈ സ്റ്റാൻഡേർഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഈ IEC-യുടെ അവരുടെ ലാബിൽ ഈ സാധനം ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർക്ക് അതിനകത്ത് ഈ സ്റ്റാൻഡേർഡ് അളവിലുള്ളതാണെങ്കിൽ മാത്രമേ അവരുടെ മെഷീനകത്ത് കയറ്റി വെച്ച് ടെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടുന്ന് ടെസ്റ്റ് ചെയ്തിട്ടാണ് ഇതിന് എത്ര എഫിഷ്യൻസി ഉണ്ടെന്നുള്ള അടിച്ചു കൊടുക്കുന്നത്. അല്ലാതെ ഓരോ കമ്പനിയും ഞങ്ങളുടെ പാനലിന് 25 ഉണ്ടോ 30 ഉണ്ടോ നമ്മൾ ചുമ്മാ എഴുതി വെക്കാൻ പറ്റത്തില്ല ഒരിക്കലും. അപ്പോൾ അങ്ങനെയുള്ള ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ച് അവിടുന്ന് അവർ പാസ്സായെങ്കിൽ മാത്രമേ അവർക്ക് അത്രയും എഫിഷ്യൻസി അവകാശപ്പെടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ലാബുകളിൽ കൊണ്ടുവന്ന് ഈ സാധനം പരിശോധിപ്പിച്ച് അതിന് സ്റ്റിക്കറൊക്കെ അടിച്ച് അതിന് ലൈസൻസും കാര്യങ്ങളൊക്കെ എല്ലാം അവർ എഴുതി എല്ലാം സെറ്റപ്പാക്കി ഇത്ര എഫിഷ്യൻസി അതിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കും. അങ്ങനെയാണ് ഓരോ പാനലുകളും വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പം 1500 2000 വാട്ടിൻ്റെ ഒരു ഒറ്റ സിംഗിളായിട്ടുള്ള ഒരു പാനൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് പറ്റും. പക്ഷേ അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കുമ്പോൾ മറ്റൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, അതിന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു 4 മീറ്റർ നീളം, ഇപ്പം 500 mm ഒക്കെ ഒരു വേഫർ ഉപയോഗിക്കുകയാണെന്ന് വെച്ചു. ഇപ്പം നിലവിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ M10 എന്നൊക്കെ പറയുന്ന വേഫറുകളാണ്. ഇപ്പം ഈ ഇരിക്കുന്ന പാനലൊക്കെ ഉണ്ട്, ഇതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ M10 ടൈപ്പാണ് വരുന്നത്. അതായത് ഈ ഒരു സംഭവമുള്ള അതിൻ്റെ ഒരു അളവായി പറയുന്ന സംഭവം, അതിൻ്റെ ഒരു കോളത്തിൻ്റെ. അപ്പോൾ അത് ശരിക്കും M10 ഉപയോഗിക്കുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഈ G12R എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ, അത് ഇതിനേക്കഞ്ഞും കുറച്ചുകൂടെ വലിയ വേഫറാണ് ഉള്ളതിൽ. ഏറ്റവും വലുതിപ്പം വരുന്നതിൽ G12 ആണ് ഏറ്റവും വലുതായിട്ട് വരുന്നത്. അതിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 21x21. ഇപ്പോൾ അതൊക്കെ നമ്മൾ ആ വലിപ്പമുള്ളത് പോലും നമ്മളിപ്പോൾ ശരിക്കും വീടുകളുടെ ഉപയോഗത്തിലേക്ക് ആ സാധനം വരാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം അപ്പോൾ അതേ വെച്ച് നമ്മൾ പാനലുകൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ഏകദേശം 2.5 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയും ഏകദേശം ആ ഒരു കണ്ടീഷനിലേക്കൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ അതിനും അപ്പുറത്തേക്ക് പിന്നെ പോയി കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമുക്കത് എടുത്തുകൊണ്ട് നടക്കാം. കാരണം ഇപ്പോൾ ഈ പാനൽ നമ്മളിപ്പോൾ ഒരു സ്ഥലത്തേക്ക് എടുത്തുകൊണ്ട് പോകാനാണ് നമ്മളിങ്ങനെ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് നമുക്ക് അപ്പുറം എത്തണം. ഒരാളെ പിടിച്ച് കഴിഞ്ഞാൽ എന്നാലും നമുക്ക് അങ്ങോട്ടും നീക്കി വെക്കാനോ മറ്റോ പറ്റത്തുള്ളൂ. അതിൽ 2 പേര് കൂടി ഈസിയായിട്ട് എടുത്തുകൊണ്ട് പോകണം. ഇപ്പം തന്നെ നമ്മുടെ ഈ പാനലിന് ഏകദേശം 32 കിലോ 33 കിലോ ഒക്കെ വെയിറ്റാണ് ഇപ്പോൾ ഈ ഇരിക്കുന്ന ഈ പാനലൊക്കെ വെയിറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും വെയിറ്റ് ഉള്ളൊരു സാധനം 2 പേര് കൂടി ഈസിയായിട്ട് എടുത്തുകൊണ്ട് പോകാം. പക്ഷേ ഇനിയും കൂടിയല്ല, അതായത് ഇപ്പോൾ ഇതിൻ്റെ ഇരട്ടിയുള്ള പാനൽ, ഇപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ 600 വാട്ടാണെങ്കിൽ ഇപ്പോൾ 1200 വാട്ടിൻ്റെ ഒരു പാനലായിട്ട് നമ്മളിത് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി വലിപ്പം വരും. കാരണം എഫിഷ്യൻസി കൂട്ടുന്നില്ലല്ലോ, നമ്മൾ പാനൽ വലിപ്പമല്ലേ കൂട്ടുന്നുള്ളൂ. അപ്പോൾ ഇതിനൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ ഇരട്ടി വലിപ്പം വരും. ഇരട്ടി വലിപ്പം വന്നു കഴിയുമ്പോൾ ഇതെടുത്ത് മേളിൽ കയറ്റി വെക്കാനും മറ്റുകാരെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, ക്രെയിനെല്ലാം ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഈ സോളാർ പാടങ്ങളൊക്കെ പോലെയുള്ളതിന് വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ വലിപ്പമുള്ള പാനലുകൾ അങ്ങനെ ചെയ്യാറുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതിലും വലിപ്പം കൂടിയ പാനലുകൾ വേണമെങ്കിൽ ചെയ്യാനായിട്ട് പറ്റും. അല്ലാതെ നമുക്ക് വീടുകളിലെ ഉപയോഗത്തിന് ഒരിക്കലും ഒരു പരിധി കൂടുതൽ വലിപ്പം കൂടിയ പാനലുകൾ വെക്കേണ്ട പറ്റത്തില്ല. പിന്നെ അത് വെക്കുന്നതുകൊണ്ട് നമുക്ക് വലിയൊരു ഗുണമൊന്നും കിട്ടുന്നില്ല. കാരണം വെച്ചാൽ 1200 വാട്ട് വേണം നമുക്ക്. അതിനുവേണ്ടി നമ്മൾ ഇത് കൂടെ 2 വെക്കുന്ന സ്ഥാനത്ത് നമ്മൾ 1200 ഒറ്റ പാനൽ വെക്കുകയെന്ന് വെച്ചു. ഇതൊന്നും അവിടെ കയറ്റി ഫിറ്റ് ചെയ്യാനും മറ്റു കാര്യങ്ങളെല്ലാം വളരെ ബുദ്ധിമുട്ടായിരിക്കും. ട്രാൻസ്പോർട്ടിങ്, നമ്മളിപ്പോൾ കമ്പനിയിൽ നിന്ന് ഇങ്ങോട്ട് ഈ സാധനം ഇത്രയും വീതി നീളമുള്ള സാധനം ലോറിയിലൊക്കെ കൊണ്ടുവരണമെങ്കിൽ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മാത്രമല്ല അതിൻ്റെ ഗ്ലാസോ മറ്റോ ജസ്റ്റ് ഒന്ന് പൊട്ടിപ്പോയിക്കുന്ന മൊത്തം പാനലും പോയി. പക്ഷേ ഇത് കൂട്ടി 2 നമ്മൾ വെക്കുന്നത് അതിൻ്റെ ഗ്ലാസിന് ഒരു പൊട്ടൽ വന്നാലും ഒരു പാനലേ പോകുള്ളൂ, ഒരു പാനൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഏത് രീതിയിൽ കൂടെ നോക്കിയാലും ഒരു പരിധി വിട്ട് വലിപ്പം കൂടിയ പാനലിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല, അത് നഷ്ടമായിരിക്കും. അങ്ങനെ ഒരു സംഭവം ഇനി ഭാവിയിലേക്കോട്ട് വരാനും പോകുന്നത്. വരുന്നത് എന്താണെന്ന് വെച്ചാൽ വലിപ്പം ഏകദേശം ഇതിനകത്തൊക്കെ തന്നെ ഏകദേശം ഒതുങ്ങി. ഇത് കുറച്ചൊക്കെ ചിലപ്പോൾ കൂടിന്ന് വരും, ഒരു 1/2 മീറ്ററും കൂടെയൊക്കെ അല്ലെങ്കിൽ 3/4 മീറ്ററോ കൂടെയൊക്കെ വേണമെങ്കിൽ നീളമോ ഒക്കെ കൂടിയിട്ട് അങ്ങനെയുള്ള പാനലുകളൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടി വലിപ്പം കൂടിയൊക്കെ വരാം. പരിധി വിട്ട് വലിപ്പം കൂടിയ പാനലുകൾ ഒരിക്കലും വരത്തില്ല. എന്ന് മാത്രമല്ല നമുക്ക് എഫിഷ്യൻസിയാണ് വർദ്ധിപ്പിക്കേണ്ടത്. നമുക്ക് പാനൽ എണ്ണം കൂട്ടി വെച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. എഫിഷ്യൻസി നമുക്ക് ഇതിനകത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ശരിക്കും മെയിനായിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ആ പാനൽ വലിപ്പവുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയിലൊന്നും കാര്യമായിട്ട് പറയാതിരുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നപ്പോൾ ഒത്തിരി ആൾക്കാർക്ക് സംശയം ഉണ്ടാവുമെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ കൃത്യമായിട്ടും
അതിൻ്റെ ഡീറ്റെയിൽഡുള്ള കാര്യങ്ങൾ എന്താണ് ഈ വലിപ്പവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം എന്നുള്ളതെന്ന് അറിയാൻ വേണ്ടി ഞാനിത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം ഏകദേശം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകും. ഇപ്പോൾ ഏറ്റവും വലിപ്പമുള്ളൊരു പാനൽ ഏതാണെന്നൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ US-ലൊക്കെയാണ് 850 വാട്ട് വരെയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ 740-750 വാട്ട് വരെയും ഒക്കെ ഏകദേശം ചെയ്യുന്ന ഒരു സംവിധാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. കോമൺ ആയിട്ട് വന്നിട്ടില്ല, പക്ഷേ എന്നാലും വരും. വലിയ താമസമില്ല ആ ഒരു രീതിയിലുള്ള പാനലുകളൊക്കെ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന ഒരു സംഭവം വരും. അതായത് നമ്മളൊരു 850 വാട്ടിൻ്റെ ഒക്കെ പാനലുകൾ നമ്മളിപ്പോൾ ഇന്ത്യയിൽ ഇറക്കുവാണെങ്കിലും മിക്കവാറും അതൊരു യൂട്ടിലിറ്റി സ്കെയിലിൽ അല്ലെങ്കിൽ ഒരു സോളാർ പാടങ്ങളൊക്കെ ഇല്ലേ അതിനൊക്കെ വെക്കാനായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും മിക്കവാറും അതിൻ്റെ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ളൂ. നമ്മുടെ വീടുകളിലേക്ക് ഒന്നും അത് കൂടുതലായിട്ട് വരാനുള്ള സാധ്യത കുറവ്. പിന്നെ എഫിഷ്യൻസി കൂടുന്നതിനനുസരിച്ച് നമുക്ക് വാട്ട് കൂടിക്കൊണ്ടിരിക്കും. ആ സെയിം വലിപ്പത്തെ തന്നെ നമുക്ക് വാട്ട് കൂടും. ചിലപ്പോൾ 1000 വാട്ട് വരെയൊക്കെ നമുക്ക് ചിലപ്പോൾ ഈ 730 വാട്ടിൻ്റെ അതേ സ്ട്രക്ചറിൽ തന്നെ അതേ വലിപ്പമുള്ള പാനലിൽ തന്നെ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷേ 1000 വാട്ട് വരെയൊക്കെ കിട്ടുന്ന രീതിയിലേക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആയി വരും. പക്ഷേ വലിപ്പം മൊത്തത്തിൽ കൂടാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് കൊണ്ടുനടക്കാനൊക്കെയുള്ള ബുദ്ധിമുട്ട് കാരണം കൊണ്ടാണ് കമ്പനികൾ അങ്ങനെയുള്ള ഒരു സംഭവത്തിലേക്ക് പോകാൻ സാധ്യത കുറവാണെന്ന് ഞാൻ പറയാനുള്ള കാര്യം. പിന്നെ ഒരു ചേട്ടൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമാണ് ഈ 25% എഫിഷ്യൻസി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഏതെങ്കിലും പാനലുകൾ 100% എഫിഷ്യൻസി ഉള്ളതുണ്ടോ ചേട്ടാ? ഈ 100% ഉള്ള എഫിഷ്യൻസി ഉള്ള ഏതെങ്കിലും പാനലുണ്ടെങ്കിൽ അതുമായിട്ട് തട്ടിച്ച് നോക്കിക്കൊണ്ടല്ലേ നമുക്ക് 25% എഫിഷ്യൻസി എന്ന് പറയാൻ പറ്റത്തുള്ളൂ എന്നാണ് ഒരു ചോദ്യം. അതേപോലെ തന്നെ അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് അതുപോലെ തന്നെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് പിന്നെ വേറൊരെണ്ണം ചോദിച്ചത്. അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് 1000 വാട്ടിൻ്റെ ഒരു സോളാർ പാനൽ നമ്മൾ മേടിച്ച് കഴിഞ്ഞാൽ 25% എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്ക് 280 വാട്ടേ അതിൽ നിന്ന് കിട്ടുള്ളൂ എന്നാണ്. അതും വളരെ കൃത്യമായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണത്. കാരണം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ ഈ 25% എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് 1000 വാട്ട് പാനൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 250 വാട്ട് ആ ഒരു രീതിയിൽ അവർ കാഴ്ചപ്പാട് ശരിക്കും സാധാരണ രീതിയിലുള്ള ആൾക്കാർ പോകത്തുള്ളൂ. കാരണം പെട്ടെന്ന് അങ്ങനെ ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ശരിയായിട്ട് നമുക്ക് തോന്നാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇത് മൊത്തം ഒരു സോളാർ പാനലാണ് കണക്ക് കൂട്ടുക. ഇതുണ്ട് ഈ പേപ്പർ മൊത്തത്തിൽ ഇങ്ങനെ ഒരു സോളാർ പാനലാണ് നമ്മൾ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ ഇതിനെ 4 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഈ ഒരു സ്ക്വയർ വരുന്ന ഇത്രയും പാർട്ട് ഇത് 25% എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഒരു പാനലെ മൊത്തത്തിൽ വന്ന് സൂര്യനിൽ നിന്ന് അടിക്കുന്ന പ്രകാശത്തിനകത്തുനിന്ന് ഈ ഒരു സ്ക്വയറിനകത്ത് വീഴുന്ന അത്രയും ഏരിയയിൽ വന്ന് വീഴുന്ന മുഴുവൻ പ്രകാശത്തിനെയും നമുക്ക് എനർജിയാക്കി മാറ്റി കഴിഞ്ഞാൽ എത്രമാത്രം കിട്ടുമോ അതാണ് ഇതിൽ നിന്നും കിട്ടുന്ന ഈ 25% എന്ന് നമ്മൾ പറയുന്നത്. ശരിയല്ലേ? മനസ്സിലായോ? അതായത് ഇതിനകത്ത് മൊത്തം വന്നടിക്കുന്ന എനർജി, അതായത് ഇത് ഫുൾ എല്ലായിടത്തും വന്നടിക്കുന്നതിനകത്തുനിന്ന് നമുക്ക് ഇവിടുന്ന് തന്നെ വേണമെന്നില്ല, നമുക്ക് എവിടുന്നെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും 25% കിട്ടുന്നത്. ഒരു ഇത്ര ഏരിയയിൽ മാത്രമല്ല, ബാക്കിയുള്ളത് മുഴുവൻ വെറുതെ വേസ്റ്റായി പോകാമെന്നല്ല അതിനകത്തുള്ള അർത്ഥം കേട്ടോ. അപ്പോൾ അത് ഞാൻ കൂടുതൽ കാണിച്ചു തരാം കൃത്യമായിട്ട് അതിന് സംഭവം ഇതുണ്ടോ. ഈ 25% എന്ന് പറയുമ്പോൾ അത് ഏത് രീതിയെങ്കിലും 25% ആയിരിക്കും. അതായത് ഇപ്പോൾ ഇത്രയും പാലുകൾ ഇത്രയും നമുക്കൊരു മൊത്തം പാലാണ് ഇതിലടിക്കുന്ന പ്രകാശത്തിനകത്ത് ഇതിൻ്റെ 1/4 ഈ 1/4 ഭാഗത്തിൽ നിന്നും എടുക്കുന്നതിന് ഇവിടെ ഈ ഇത്രയും ഭാഗത്ത് 25% കിട്ടും. ബാക്കി ഇതിങ്ങനെ എല്ലാം 4/1 ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ ഈ 4 ഭാഗമായിട്ട് നമ്മൾ തിരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഓരോന്നിൻ്റെയും ഓരോ മൂലയിൽ നിന്ന് 25% ആയിട്ട് കിട്ടുവാണെങ്കിലും നമുക്കിത് ടോട്ടൽ നോക്കുമ്പോൾ ഇത് കണ്ടോ, ഇനി ഇങ്ങേപ്പുറത്ത് നമ്മൾ കാണിച്ച ആ കോളം കണ്ടോ, ഈ ഒരു കോളം ഇതിൻ്റെ ഇതേ വലിപ്പമല്ലേ എന്ന് നോക്കൂ. ഇതിനകത്ത് ഈ ഒരു കോളം ഈ സെൻറ്റർ എടുത്താൽ വരുന്നത്. അപ്പോൾ ഏത് രീതിയിൽ കൂടെ നോക്കിയാലും ഈ ഒരു മൊത്തത്തിലുള്ളതിനെ നമ്മൾ ഡിവൈഡ് ചെയ്താൽ 4 ഡിവൈഡ് ചെയ്താൽ അതിനകത്ത് ഒരു ഭാഗം അതാണ് 25% എന്നുള്ള ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുണ്ട് ഇതിന് പാനലായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ ഇതുപോലെ നിറയെ നമ്മളിതുണ്ട് കുരുകുരാന്ന് കുത്തായിട്ട് നമ്മൾ ഇതെടുക്കുവാണെങ്കിൽ അതിനകത്ത് പല 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 ഭാഗങ്ങളിൽ നിന്നും, അതായത് ഓരോ കുഞ്ഞു പാർട്ടും നമ്മൾ വിഭജിച്ചാൽ അതിനകത്ത് നിന്നൊക്കെ അതിന് മൊത്തം വട്ടമുള്ള അത്രയും അല്ലെങ്കിൽ സ്ക്വയറായിട്ട് എടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് 25%, അതായത് മൊത്തം 4 ആയിട്ട് വിഭജിക്കുന്നതിനകത്ത് നിന്ന് 25%, അങ്ങനെ ടോട്ടൽ പാനലിനെ വിഭജിച്ച് പോവുകയാണ് ചെയ്യുന്നത്. അല്ലാതെ ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ എടുക്കുമല്ലോ കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഇത് ഞാനിങ്ങനെ കാണിച്ചപ്പോൾ ഇത്രയും ഭാഗത്ത് അടിക്കുന്ന എടുക്കും, ബാക്കിയുള്ള മുഴുവൻ പ്ലെയിനായിട്ട് എടുക്കുക അങ്ങനെയല്ലോ കേട്ടോ. അതുകൊണ്ട് ഞാൻ വിശദമായിട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പം നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മൊത്തത്തിൽ പാനലിലേക്ക് വന്ന് അടിക്കുന്ന ആ എനർജിയുടെ 25% നമുക്ക് കിട്ടും, ബാക്കി 70% വേസ്റ്റായിട്ട് പോകും. എഫിഷ്യൻസി കൂടുന്നതനുസരിച്ച് നമുക്കത് കൂടി വരും. പിന്നെ ഒരു ചേട്ടനോട് ചോദിച്ചൊരു കാര്യമാണ്, ഇതിൻ്റെ ചൂടിൽ നിന്നുമാണോ പ്രകാശത്തിൽ നിന്നുമാണോ നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നുള്ള കാര്യം. അത് മിക്കവാറും ഒത്തിരി ആൾക്കാർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. നമുക്കിതിൻ്റെ ചൂടിൽ നിന്നുമല്ല, മറിച്ച് ഇതിൻ്റെ പ്രകാശത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ തന്നെ ഞാൻ ചെയ്യണമെന്ന് ഓർത്തിരിക്കുന്നത്. കാരണം വെച്ചാൽ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് ശരിക്കും ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിനകത്ത് ഈ എനർജി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ശരിക്കും ഈ ഫോട്ടോണുകൾ എന്ന് പറയുന്ന സംഭവം ആണ് ഇതിനകത്ത് നമുക്ക് വന്നടിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഫോട്ടോണുകൾ പലതിനും പല ഊർജ്ജമാണ്, പല ഫ്രീക്വൻസിയിലാണ് ഇത് വരുന്നത്. അപ്പം ഇൻഫ്രാറെഡ് എന്ന് പറയുന്ന സംഭവമാണ് മെയിനായിട്ട് ഈ ചൂടെന്നുള്ള രീതിയിലേക്ക് വരുന്നത് ആ ഫോട്ടോണുകൾ. അപ്പോൾ അവയെ നമുക്ക് വൈദ്യുതിയാക്കി മാറ്റാനുള്ള സംവിധാനം നമ്മുടെ സോളാർ പാനലുകൾക്ക് ശരിക്കും ഇല്ല, ആ ഒരു കഴിവില്ല. അപ്പോൾ ഭാവിയിലേക്ക് അതും കൂടെ ആക്കുന്ന രീതിയിലുള്ള പാനലുകൾ ഈ പെറോസ്കൈറ്റൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും അതും കൂടെ അതിനകത്തൊന്നും കൂടെ നമുക്ക് എടുക്കും. അതിനകത്ത് കുറേ പുതിയ ടെക്നോളജികളും കാര്യങ്ങളും എല്ലാം ആഡ് ചെയ്തുകൊണ്ട് അതും എല്ലാം എടുക്കാനുള്ള ടെക്നോളജി വന്നുകൊണ്ടാണ് ഇതിനെല്ലാം പിന്നെ ഈ ഭാവി നമ്മൾ ഈ എഫിഷ്യൻസി കൂട്ടാനായിട്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും. അപ്പം ഭാവിയിലേക്ക് അത് വരും. പക്ഷേ ഇപ്പോഴത്തെ പാനലുകൾ ഈ സിലിക്കോൺ പാനലുകളുണ്ടല്ലോ,
ഇതിനകത്തൊന്നും ഇൻഫ്രാറെഡിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ ചൂടിൽ നിന്നും വരുന്ന ആ എനർജിനെ ഒരിക്കലും വൈദ്യുതിയാക്കി മാറ്റുന്നില്ല. അപ്പം ആ ചൂടടിക്കുമ്പോൾ ഇതിന് വൈദ്യുതിയാക്കി മാറ്റാനുള്ള കഴിവ് കുറഞ്ഞു പോയെന്ന് ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹീറ്റിൽ നിന്നും ഹീറ്റാകുന്ന സമയത്ത് നമുക്ക് പാനലിൻ്റെ എഫിഷ്യൻസി കുറയുന്നുണ്ടെന്നുള്ളത്. ആ ഒരു ഭാഗം ഞാൻ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ആ ചോദ്യം ചോദിച്ചത്. കാരണം ചൂടാകുമ്പം ഇതിൽ നിന്നും എനർജി കുറഞ്ഞു പോവുകയാണോ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ചൂടിൽ നിന്നുമാണ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് കരുതിയിരിക്കുന്ന ആളുകളാണ്. അവരുടെ അടുക്കൽ നമ്മൾ ചൂടാകുമ്പോൾ പാനിൽ നിന്ന് ഉൽപ്പാദനം കുറയുക എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ആകെപ്പാടെ മൊത്തം കൺഫ്യൂഷൻ ആവും. അപ്പോൾ അങ്ങനെ കൺഫ്യൂഷനായ ഒരു ചേട്ടനാണ് ആ മെസ്സേജ് അയച്ചതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഏകദേശം അത് ക്ലാരിറ്റി ആയെന്ന് വിചാരിക്കുന്നു ആ ഒരു വിഷയം. അടുത്ത് നമ്മൾ നോക്കുന്നത് വേറൊരു ചേട്ടൻ നമുക്ക് വിട്ടിരിക്കുന്ന മെസ്സേജ്. അതായത് പുള്ളി പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ 2030-ലെയും 2050-ലെയും കാര്യങ്ങളെപ്പറ്റി ഒന്നും പറയണ്ട, ഞങ്ങൾക്കത് കേൾക്കാൻ താല്പര്യമില്ല ചേട്ടാ, നമുക്ക് ശരിക്കും ഇപ്പോൾ എന്ത് കിട്ടും എന്നുള്ളൊരു കാര്യം മാത്രം ചേട്ടൻ പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിനോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം വെച്ചാൽ, നമ്മൾ ഒരു പശുവിനെ കൊണ്ട് നമ്മൾ ഒരു പറമ്പിൽ കൊണ്ട് കെട്ടുവാണെങ്കിൽ ആ പശു ആ പുല്ല് തിന്നുമ്പം അത് ഒരു കുറേ ഭാഗത്തെ പുല്ല് നാളത്തേക്ക് വേണ്ടിയിട്ട് നിർത്തി വെച്ചിട്ട് അതിങ്ങനെ പോരാറില്ല. അതിനെ കൊണ്ട് കെട്ടിക്കുന്നത് അത് അപ്പം കാണുന്ന ഏത് പുല്ലാണ് അത് മുഴുവൻ തിന്നേച്ചിട്ട് പോരുള്ളൂ. നാളെ ഇനി കിട്ടാതെ വരുമല്ലോ എന്നുള്ളവർത്തനെ പറ്റിയുള്ള ചിന്തയോ കാര്യങ്ങളോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഒരു പശുവിനെ സംബന്ധിച്ചത് അതിനില്ല എന്ന് പറഞ്ഞുകൊണ്ടല്ല നമ്മുടെ മനുഷ്യൻ്റെ കാര്യം. നമ്മളെ സംബന്ധിച്ചൊന്നും പറഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നാളത്തേക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെപ്പറ്റി നാളെപ്പറ്റിയുള്ള ചിന്തകൾ മനുഷ്യന് വളരെയധികം നല്ല രീതിയിലുണ്ടാവും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങനെ ചിന്തിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ നിലനിൽപ്പ് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവതാളത്തിലാവും. നമ്മൾ നാളേക്ക് വേണ്ടി അല്ലെങ്കിൽ നാളത്തെ തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ഇന്നത്തേക്ക് ഒന്നും ശേഖരിക്കുകയോ വെക്കുകയോ അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള കരുതലുകൾ നമ്മൾ ചെയ്യുകയോ ചെയ്യാതിരുന്നത് അടുത്ത തലമുറ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ സോളാർ പാനലിന് ഇതുപോലെ നമ്മൾ ഇത് കൊടുക്കുന്നത്, പ്രൊമോഷൻ കൊടുക്കുന്നത്. ഈ അണു റിയാക്ടറുകളെ ഒന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാതെ അതൊക്കെ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സോളാർ പാനലുകൾ വെച്ചുകൊണ്ടും ഹരിതമായിട്ടും അതുപോലെ തന്നെ നമ്മൾ ക്ലീൻ ആയിട്ടുള്ള ഗ്രീൻ എനർജി കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുന്നത്. വരും തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ ഭൂമിയെ നമ്മൾ സംരക്ഷിച്ച് നിർത്തുക എന്നുള്ള ഒരു കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പം അതിനകത്ത് നമ്മളും ഒരു ചെറിയ പാർട്ടായിട്ട് നമ്മളും പ്രവർത്തിക്കുകയാണ്, ഓട്ടോമാറ്റിക്കലി പ്രവർത്തിക്കുകയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന സംഭവം അങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. പണ്ട് കാലം മുതൽ ഈ മനുഷ്യർ അങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ് ഇപ്പോൾ ഈ മനുഷ്യൻ ഇത്രയും വലിയൊരു ടെക്നോളജിയിലും ഇങ്ങനെയുള്ളൊരു സംഭവത്തിലും ഇപ്പം നിലവിൽ എത്തി നിൽക്കും. അപ്പം നമ്മളൊരു 50-100 വർഷം കഴിയുമ്പോഴത്തേക്കും നമ്മൾ എവിടെയായിരിക്കും നിൽക്കുക എന്ന് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ടെക്നോളജികൾ വികസിപ്പിക്കുകയും വളരെ ഭയങ്കരമായ രീതിയിലുള്ള ടെക്നോളജികളായിരിക്കും അന്നേരത്തേക്കും വരുന്നത്. അതൊന്നും കാണാൻ നമ്മളുണ്ടാവില്ല. പക്ഷേ ഇപ്പം നമ്മളൊരു 90 വയസ്സ് 95 100 വയസ്സായിട്ടുള്ള ഒരു ചേട്ടനുമായിട്ട് നമ്മൾ സംസാരിച്ചാലും അദ്ദേഹത്തിനും ഇനി ഒരു 50 വർഷം കഴിയുമ്പോൾ ഉള്ള കാര്യങ്ങളെപ്പറ്റി അറിയാനും ഈ ടെക്നോളജി പുതിയ സംഭവത്തിനെ പറ്റി അറിയാനും എല്ലാം 100 വയസ്സുള്ള ആൾക്കാരോട് ഞാൻ സംസാരിച്ചിട്ട് പോലും അവർക്ക് പോലും വളരെ കൗതുകവും സന്തോഷവുമാണ് അവർക്കത് കേൾക്കാനും മനസ്സിലാക്കാനും ഒക്കെ. ഇപ്പോൾ ഒരു 50 വർഷം കഴിഞ്ഞുള്ള അല്ലെങ്കിൽ 100 വർഷം കഴിഞ്ഞുള്ള ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പോൾ 100 വയസ്സുള്ള ഒരാളെ സംബന്ധിച്ച് അന്നേരം അദ്ദേഹമില്ല, ഞാനുമില്ല, ആരുമില്ല. പക്ഷേ എന്നാൽ പോലും ആ കാര്യങ്ങൾ കേൾക്കാനും അത് മനുഷ്യൻ്റെ പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് മനുഷ്യൻ ഇവിടത്തോളം എത്തി നിൽക്കുന്നതിൻ്റെയും ഒരു കാരണം സയൻസിനകത്തും ഇതുപോലെയുള്ള ടെക്നോളജികൾക്കകത്തും വളരെ വലിയ താല്പര്യവും കാര്യങ്ങളുമാണ് മനുഷ്യനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സാറന്മാരും പ്രൊഫസർമാരും ഒക്കെ ഡോക്ടർമാരും ഒക്കെ വരുന്ന തലമുറയ്ക്ക് വേണ്ടി എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ് അവർ ഓരോ ക്ലാസ്സുകൾ എടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ. അപ്പം അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് അത് കൈമാറ്റം ചെയ്യുക എന്നുള്ളത് മനുഷ്യൻ്റെ ഒരു പ്രവണതയാണ്. അപ്പോൾ അത് എത്രയാണെങ്കിലും ആളുകളെ നിർത്തത്തില്ല, അല്ലെങ്കിൽ അവർ മനുഷ്യരല്ല. അതാണ് അതിനകത്തുള്ളൊരു കാര്യം. നമ്മളാണെങ്കിലും ഇനി വരാൻ പോകുന്ന ഭാവിയിൽ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, ഇനിയിപ്പം പുതിയ തലമുറയിൽ എന്തൊക്കെ പാനലുകളെ പറ്റിയും ബാറ്ററികളെ പറ്റിയും എല്ലാ കാര്യങ്ങളും ഇനി വരാനിരിക്കുന്ന ടെക്നോളജിയെ പറ്റിയെല്ലാം നമ്മൾ പഠിക്കും. കാരണം അതിനകത്ത് വേറൊരു കാര്യങ്ങളുണ്ട്. കാരണം ഇനി നമ്മൾ വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി നമ്മൾ മുൻകൂട്ടി പഠിച്ചു. ഇപ്പോൾ അടുത്ത വർഷം നമുക്കൊരു വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ മുൻകൂട്ടി കാണുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള മുൻകരുതലുകൾ എടുക്കാനായിട്ട് അതിനനുസരിച്ചുള്ള വീടുകൾ പണിയാനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നേരത്തെ ചെയ്യാനായിട്ട് സാധിക്കുമ്പോൾ നമുക്ക് ഒത്തിരി അതിൻ്റെ ആ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനും ഒക്കെയുള്ള കാര്യങ്ങൾ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലും നമ്മൾ മുൻകൂട്ടി ടെക്നോളജികളും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം വികസിപ്പിച്ചെടുക്കുകയും അതിനനുസരിച്ച് ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ പുരോഗതികളെല്ലാം നമ്മൾ മനുഷ്യർ ഇതിന് മുൻ തലമുറ ഇതുപോലെ നന്നായിട്ട് ചിന്തിച്ച് എല്ലാം ചെയ്തതുകൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ഇപ്പോൾ ഇവിടെ ഈ സംവിധാനങ്ങളെല്ലാം നമുക്കുള്ളത്. നമ്മുടെ മുൻ തലമുറയൊക്കെ അടിച്ചു പൊടിച്ച് രാവിലെ ഫുഡ് കഴിക്കും, ചുമ്മാ കിടന്നുറങ്ങും, വേറെ ഒന്നും ചെയ്യത്തില്ലാത്ത ഒരു രീതിയിലേക്ക് പോയിരുന്നെങ്കിൽ നമുക്കിപ്പോൾ ഇതൊന്നും കാണത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് നമ്മളും ഇതുപോലെ തന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്ത് വെക്കാനായിട്ട് നമുക്കും ബാധ്യതയുണ്ട് ഓരോ മനുഷ്യർക്കും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ അടുത്ത കാര്യങ്ങളെപ്പറ്റി അല്ലെങ്കിൽ ഇനി ഒരു 50 വർഷം കഴിയുമ്പോൾ എന്താണ് നടക്കുന്നതിനെ പറ്റിയുള്ള കാര്യങ്ങളോ അങ്ങനെയുള്ള ഒന്നും കാണാൻ താല്പര്യമില്ലാത്ത ആരെങ്കിലും കാണുന്നുണ്ടെന്ന് അങ്ങനെയുള്ള ചേട്ടന്മാർ ഇതിനകത്ത് ചെയ്യാതെ സ്കിപ്പ് ചെയ്ത് പോകാമെന്നുള്ളൂ. നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ഇനി വരുന്ന കാര്യങ്ങളെപ്പറ്റി എല്ലാം ആയിരിക്കും നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത്. വരാനിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി പറയാനായിട്ട് എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത്. അപ്പം എനിക്കും കൂടി താല്പര്യമുള്ള വിഷയമല്ലേ ഞാൻ ക്ലാസ് അല്ലെങ്കിൽ വീഡിയോ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് മാത്രം താല്പര്യമുള്ള കാര്യം ഞാൻ ഒരിക്കലും ചെയ്തില്ല. കാരണം വെച്ചാൽ
എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എനിക്ക് താല്പര്യമുള്ള കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ. ഇപ്പോൾ ഒരു ഡോക്ടറെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഡോക്ടർ അവരുടെ ആ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള താല്പര്യമുള്ളത്. അപ്പം ഓരോരുത്തരും അവരവർക്ക് അറിയാവുന്ന കാര്യങ്ങളെപ്പറ്റി ആയിരിക്കും അവർ ക്ലാസ് എടുക്കുകയും പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നത്. അപ്പം അവരുടെ താല്പര്യത്തിനനുസരിച്ചുമായിരിക്കും അവരത് ചെയ്യുന്നത്. അല്ലാതെ അവരോട് ഇന്ന രീതി ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ അവർ അങ്ങനെ തന്നെ ചെയ്യത്തില്ല ഒരിക്കലും. അപ്പോൾ എന്ന് പറഞ്ഞാൽ തന്നെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. വരാനിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പോഴത്തെ കാര്യങ്ങൾ എല്ലാം ഞാൻ പറയും. അപ്പോൾ അത് കാണാൻ പറ്റുന്ന ആൾക്കാർ കണ്ടാൽ മതി എന്നുള്ളതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ആ ചേട്ടനോട് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഇനി വരുന്ന കാര്യങ്ങൾ, വരും തലമുറയിൽ എന്താണ് സംഭവിക്കാൻ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടുള്ള വീഡിയോകൾ നമുക്ക് ഉണ്ടാവും ഉറപ്പായിട്ടും. അപ്പോൾ താല്പര്യമെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യുക. അപ്പോൾ നമ്മളിനി വരാൻ പോകുന്ന പാനലുകളെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ 2050 കഴിയുമ്പോഴത്തേക്കും വരാനിരിക്കുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മളുടെ പാനൽ 70% എഫിഷ്യൻസി ആയിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അതായത് 2050 ആകുമ്പോഴത്തേക്ക് നമുക്ക് വരാനിരിക്കുന്ന സോളാർ പാനലിലെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരാനിരിക്കുന്ന ടെക്നോളജി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൾട്ടി ജംഗ്ഷൻ ക്വാണ്ടം ഡോട്ട് പെറോസ്കൈറ്റ് ടെക്നോളജിയാണ്. അത് നാനോ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ആ സംഭവം ഡിസൈൻ ചെയ്ത് വരാനായിട്ട് പോകുന്നത്. അതിന് 70% വരെ എഫിഷ്യൻസി നമുക്ക് ലഭ്യമാകാനായിട്ടുള്ള സാധ്യതയാണുള്ളത്. ഇപ്പോൾ നിലവിൽ പാനൽ ഇറങ്ങിയിട്ടൊന്നുമില്ല. അത് നിലവിൽ ലാബുകളിലും ഒക്കെ ടെസ്റ്റിങ്ങിലാണ്. പക്ഷേ സയൻറ്റിസ്റ്റുകൾ പറയുന്ന 70% എഫിഷ്യൻസിയോടുകൂടി ഈ സാധനം ഉറപ്പായിട്ട് ഇറക്കാൻ പറ്റുമെന്നാണ്. വളരെ പെയിൻറ്റ് പോലെ കനം കുറഞ്ഞ ഒരു സംഭവമായിരിക്കും അത്. അപ്പോൾ ഏകദേശം 2050 ഈ ടെക്നോളജി നമുക്ക് വരുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഇതേപോലെ ഇലക്ട്രോണിക്സും സോളാറും അതേപോലെയുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോസുകളാണ് നമ്മൾ ഈ ചാനലിൽ കൂടെ നിങ്ങൾക്കായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനോട് താല്പര്യമുള്ള ആൾക്കാർ ആണെങ്കിൽ നിങ്ങളിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളോടൊപ്പം നിൽക്കുക. ഇതേപോലെ അടിപൊളി നിങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബൈ.